എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ജലമേളകളിലേക്കൊരു വരവൂടി വരികയാണ്. നമ്മളിന്ന് സ്റ്റാർട്ടിംഗ് സംവിധാനം നമ്മളിപ്പോൾ കുറേ അധികം നാളായിട്ട് സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് ഒരു കംപ്ലയിൻറ്റ് കേൾക്കുന്നില്ല. നെഹ്റു ട്രോഫി മുതൽ CBL അവസാനിക്കുന്നത് വരെയുള്ള ഒരു പരാതികളുമില്ല. കൃത്യമായ സ്റ്റാർട്ടിങ്. പണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സ്ഥിരം പലവിയായിരുന്നു, ഞങ്ങളുടെ സ്റ്റാർട്ടിങ് പിഴച്ചു, അവരുടെ സ്റ്റാർട്ടിങ് പിഴച്ചു, ഇവർക്ക് സ്റ്റാർട്ടിങ് നല്ലതായിരുന്നു, മറ്റവർക്ക് ഞങ്ങൾക്ക് മോശമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരത്തിനായി കുറച്ച് കാലമേ ആയുള്ളൂ ഇങ്ങനൊരു സംവിധാനം വന്നിട്ട്. ഇതാ നമുക്ക് ചുണ്ടൻവള്ളത്തിൻ്റെ പുറകിലേക്ക് ഒരു ലോക്ക് വലിച്ചു കെട്ടി അതിനെ മറ്റൊരു വടത്തിലൂടെ പുറകിലേക്ക് വലിച്ചു പിടിച്ച് ലെവൽ ചെയ്യുന്നതും സ്റ്റാർട്ടർ പറയുന്ന നിർദ്ദേശമനുസരിച്ച് ഇത് പുറകിലേക്കും മുന്നിലേക്കും ഒരു ചെയിൻ വഴി കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത്. ഇത് കുറച്ച് കാലമായിട്ട് ഇത് നിലയിൽ വന്നിട്ട് ഇതിന് വന്നതിന് ശേഷം ഒരു പരാതിയില്ല, കൃത്യമായ സ്റ്റാർട്ടിങ്. നമുക്കിനി ഇതിൻ്റെ വിശദമായ കാഴ്ചകളിലേക്കൊന്ന് കടക്കാം. എങ്ങനെയാണ് ഇത് കൃത്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വള്ളംകളി പുറകിൽ നിന്ന് സ്റ്റില്ലാക്കി സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇതൊരു മാഗ്നറ്റാണ്. ഇതാണ് ആ മാഗ്നറ്റ്. കാന്തം എടുത്ത് ഈ ഒരു കാന്തം നമ്മൾ ചുണ്ടൻവള്ളത്തിൻ്റെ അമരത്ത് ബെൽറ്റ് വെച്ച് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ചുണ്ടൻവള്ളത്താൽ ഇങ്ങനെ ആയിരിക്കും ഇത് ചുണ്ടൻവള്ളത്തെ കിടക്കുന്നത്. ഈ മാഗ്നറ്റ് നമ്മൾ നേരെ ഇങ്ങനെ വെച്ച് ഇത് ലോക്കാണ്. ഇതിപ്പം ലോക്കായിട്ടിരിക്കുകയാണ്. ഇപ്പം ചുണ്ടൻവള്ളത്തിൻ്റെ അമരത്ത് ഇവിടെ വന്ന് ലോക്കായിട്ട് ഇതാണ് വീഞ്ച്. ഈ വീഞ്ച് ഉപയോഗിച്ച് സ്റ്റാർട്ടർ എന്തുമാത്രം വള്ളം മുന്നോട്ട് വിടാൻ പറയുന്നു അതനുസരിച്ച് ഈ വീഞ്ച് ലൂസാക്കി കൊടുത്ത് മുന്നോട്ട് വിടുകയും തിരിച്ച് പുറകോട്ട് എടുക്കണമെങ്കിൽ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ വള്ളം ഓട്ടോമാറ്റിക്കായിട്ട് പുറകോട്ട് വരികയും അങ്ങനെ 3 വള്ളങ്ങൾ ഒരേ തുല്യതയിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ വയർ ഉപയോഗിക്കുന്നില്ല. ആരാണോ സ്റ്റാർട്ടർ, ആ സ്റ്റാർട്ടർക്ക് തന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒറ്റ റിമോട്ട് സ്റ്റാർട്ടറിലുണ്ട്. സ്റ്റാർട്ടർ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 3 ഡിവൈസും ഒരേപോലെ തന്നെ കട്ട് ഓഫായി ഈ ലോക്കിൽ നിന്ന് വിട്ടിങ്ങനെ അവിടെ കറക്റ്റ് സ്റ്റാർട്ടർ അവിടെ അടിക്കുമ്പം ഇങ്ങനെ വിട്ടുപോകും. ഇത് ഒറ്റ സ്വിച്ചിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അത് കാരണം ആർക്കും ഒരു ഏറ്റക്കുറച്ചിലുകൾ വരത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വയർ എന്ന് പറയുന്ന സാധനം നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. വയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പോള അങ്ങനെയുള്ള ഈ ഒഴുക്കുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ വലിയ കടകലുകളുള്ള സാധനങ്ങൾ വെച്ച് അത് പൊട്ടിപ്പോയാൽ വള്ളംകളി തന്നെ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് വയർ ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് മൊത്തം നമ്മുടെ TV റിമോട്ട് കണക്കത്തെ ഒരു റിമോട്ടാണ്. ആ റിമോട്ട് ആരാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റാർട്ടർ തന്നെയാണ് ഇത് റിലീസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടർ ഇഷ്ടത്തിന് എപ്പം വേണേലും ഇത് റിലീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. മൂന്നാം ട്രാക്ക് മുന്നിൽ പോയി. 3-ാം ട്രാക്ക് സ്റ്റാർട്ടിന്റെ പോയി. ഇവിടെ സദ്യനെ പുറകോട്ട് ഇത് വന്നിട്ട് റിമോട്ട് കൺട്രോളാണ്. ഇത് ശരിക്കും RF റിമോട്ടാണ്. RF വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫിക്സഡ് ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രീക്വൻസി വെച്ചിട്ടാണ് എത്ര ഡിവൈസ് ഉണ്ടോ നമുക്ക് അത് അത്രയും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിലെ ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള RF സിഗ്നൽ നേരെ ആ സ്റ്റാർട്ടിങ് ഡിവൈസ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ലോക്കിൻ്റെ അടുത്തൊരു ഡിവൈസ് ഉണ്ട്, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിലുള്ള റിസീവർ ഈ സിഗ്നൽ റിസീവ് ചെയ്യുകയും ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ എത്ര എണ്ണം കണക്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം സെയിം ടൈമിൽ തന്നെ റിസീവ് ചെയ്യുകയും ആ സെയിം സമയത്ത് തന്നെ നമ്മൾ ഈ ബട്ടൺ പ്രസ് ആവുന്ന സമയത്ത് ഇലക്ട്രോ മാഗ്നറ്റ് അത് ഡീമാഗ്നറ്റൈസ് ആവുകയും അതങ്ങനെ റിലീസ് ചെയ്ത് പോവുകയും ചെയ്യും. നോർമലി മാഗ്നറ്റൈസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വള്ളത്തിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഡീമാഗ്നറ്റൈസ് ആവുകയും അതായത് അതിനകത്തുള്ള സപ്ലൈ കട്ടാവും. അത് കൺട്രോൾ ചെയ്യുന്നത് ഈ RF വെച്ചിട്ടാണ്. അതിനകത്ത് ഇത് RF ട്രാൻസ്മിറ്ററും മറ്റേത് റിസീവറുമാണ്. RF ട്രാൻസ്മിറ്ററും അത് റിസീവറും. അപ്പം നമ്മൾ ഇത് ഒരു ഏകദേശം ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഒരു റിമോട്ട് സിസ്റ്റമാണിത്. നമുക്ക് അത്രയും ദൂരം നിരുന്നുവാണെങ്കിൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം ഒരു 70-80 അല്ലെങ്കിൽ 100 മീറ്ററിനകത്തേ വരത്തുള്ളൂ. നമുക്കത് ഇത്ര ഒരു മാക്സിമം ഒരു 50-500-600 മീറ്റർ വരെ നമുക്കിത് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ബാറ്ററിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതും മറ്റേ ഡിവൈസും ബാറ്ററിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വലിയ നല്ല എത്ര ശക്തി പിടിച്ചാലും പൊട്ടാത്ത ബെൽറ്റാണ്. ആ ബെൽറ്റ് പിടിച്ചാണ് ഇതത്തെ ലോക്ക് ചെയ്തിടുന്നത്. എന്നിട്ട് അവിടെ റിമോട്ട് ഞെക്കുമ്പോൾ ഇത് ഇവിടുന്ന് റിലീസാകും. ഇത് 3 എണ്ണത്തിന് ഒറ്റ ടൈമിൽ തന്നെയാണ് നടക്കുക. ഇത് വള്ളത്തിന് അമരത്ത്
തൂങ്ങിക്കിടക്കും. വെള്ളത്തിൽ മുട്ടത്തില്ല. വെള്ളത്തിൽ മുട്ടിയാൽ അത് നമ്മുടെ ചുണ്ടൻ വെള്ളത്തിൻ്റെ സ്പീഡിനെ ബാധിക്കും. അത് കാരണം ഇത് വെള്ളത്തിൽ നിന്ന് നല്ല രീതിയിൽ പൊങ്ങിയായിരിക്കും നിൽക്കുന്നത്. ഇതിൻ്റെ ഡിസൈനും മറ്റു കാര്യങ്ങളെല്ലാം ട്രിവാൻഡ്രത്ത് വെച്ചാണ് ചെയ്തത്. ഞാൻ തന്നെയാണ് ചെയ്തത്. എൻ്റെ ഒരു കൃഷ്ണകുമാർ. അതെ. ഇല്ല, ഞാൻ സ്വന്തമായിട്ട് പരിപാടിയാണ്. ഇതുപോലെ പ്രോജക്റ്റ് വരുമ്പോൾ ചെയ്തു കൊടുക്കും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ത്രൂ ആണ് ഇത് വന്നത്. ഇങ്ങനെ ഒരു ഡിവൈസ് ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നു. അതിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഇതിപ്പം നമ്മളിത് 3ാമത്തെ പ്രാവശ്യമാണ്. അതായത് 2 നെഹ്റു ട്രോഫിയും 3ാമത്തെ CBLലാണ് നമ്മളിത് വെച്ച് വർക്ക് ചെയ്യുന്നത്. എല്ലാം സക്സസ് ആയിരുന്നു. കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല കംപ്ലൈൻറ്റ്. അത് മാത്രമല്ല ഇത്തവണ നമ്മൾ ഉത്രട്ടാതി വള്ളംകളി അത് ആറന്മുള അവിടെയും നമ്മൾ ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ചെയ്തു. എല്ലാ പ്രാവശ്യവും അവിടെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇത്തവണ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടന്നുപോയി. കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വള്ളം അലൈൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് നിർത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇത് ഹോൾഡ് ചെയ്ത് നിർത്തും വള്ളത്തിന്. ഏകദേശം ഒരു 700 kg വരെ ഇത് ഹോൾഡിംഗ് പവറുള്ള ഒരു ഇതാണ് മാഗ്നറ്റിക് ഡിവൈസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് വള്ളത്തിന് നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തും. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു റിമോട്ട് ഉണ്ട്. അത് നമ്മൾ ഈ ബട്ടൺ നമ്മളിപ്പോൾ ഇവരെല്ലാം നമ്മൾ ഈ പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അവർക്ക് ഗൺ ഓപ്പറേറ്റ് ചെയ്യണം, പിന്നെ ഈ ഡിവൈസ് പിടിക്കണം, പിന്നെ മൈക്രോഫോൺ ഇത് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇത് മറ്റേ സാധാരണ റിമോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവും. അതുകൊണ്ടാണ് ഈ ബോക്സിനകത്താക്കി ഒരു ബട്ടൺ കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഹെവി ഡ്യൂട്ടി ബട്ടണാണത്. എത്ര പ്രസ് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റേ റിമോട്ട് കംപ്ലൈൻറ്റ് ആയിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബോക്സിനകത്താക്കി വെച്ചിരിക്കുന്നത്. ഒരാൾ ചെയ്യാൻ പറ്റും. ഈ ഒരൊറ്റ ബട്ടണിൽ തന്നെ നമ്മളിപ്പോൾ 3 ഡിവൈസാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. 3 ട്രാക്ക് ഉള്ളതുകൊണ്ട് 3 ഡിവൈസ് നമ്മൾ ഓരോ ട്രാക്കിന് ഓരോ ഡിവൈസ് വെച്ച് വേണം. അപ്പോൾ നമ്മൾ ഒറ്റ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ 3ഉം ഒരേ സമയം റിലീസാവും. നെഹ്റു ട്രോഫിക്ക് 4 ട്രാക്കാണ്. അതിന് 4 ഡിവൈസ് നമ്മൾ ഉപയോഗിക്കും. എത്ര എണ്ണം വേണമെങ്കിലും ഉപയോഗിക്കാം. എത്ര എണ്ണം വേണം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് വയർലെസ് ആയതുകൊണ്ട് വേറെ കണക്ഷൻ പോകുമെന്നോ അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ ഇത് നല്ല റേഞ്ച് ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 200-300 മീറ്ററൊക്കെ ഈസി ആയിട്ട് ഇത് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഇത് നമ്മൾ ചെയ്യുന്നത് മയൂര ക്രൂയിസ് എന്ന ഒരു കമ്പനിയാണ്. ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇത് ചെയ്യുന്നത്.